ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. ഫേഷ്യൽ എസിമെട്രി ഫിക്സ് ചെയ്യാൻ വേണ്ടി കുറേ വീഡിയോസ് കണ്ട് ടയർഡ് ആണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുവാണ്, ഈ വീഡിയോ നിങ്ങളെ ടയർഡ് ആക്കില്ല. കാരണം ദിസ് വീഡിയോ വിൽ ബി ദ മോസ്റ്റ് യൂസ്ഫുൾ വീഡിയോ യു എവർ ഗോണ സീ അബൌട്ട് ഫിക്സിംഗ് ഫേഷ്യൽ എസിമെട്രി. നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായി കാണുന്ന വീഡിയോ ഇതാണെങ്കിൽ ഉറപ്പായും ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്താണ് ഫേഷ്യൽ എസിമെട്രി എന്നും അതുപോലെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അത് ഉണ്ടാവുന്നതെന്നും ഡീറ്റെയിൽ ആയി കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ ഫേഷ്യൽ എസിമെട്രി ഫിക്സ് ചെയ്യാൻ വേണ്ടി പറയുന്ന മെത്തേഡ്സ്, അതൊക്കെ ഏതെല്ലാം ടൈപ്പ് ഫേഷ്യൽ എസിമെട്രിക്ക് വർക്ക് ആകും അതെല്ലാം മനസ്സിലാവുന്നതായിരിക്കും. ലൈക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമുക്കുണ്ടാവുന്ന ക്രേനിയൽ ഡിസ്റ്റോർഷനെ 3 ടൈപ്പാക്കി വേർതിരിച്ചിരുന്നു. അപ്പോൾ ഏതൊക്കെ മെത്തേഡ്സ് ഏതെല്ലാം ടൈപ്പ് ഫേഷ്യൽ എസിമെട്രിക്ക് ഫിക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അതുപോലെ നമ്മുടെ ബോൺസിനെയൊക്കെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അതെല്ലാം കുറച്ചുകൂടി ഈസിയായി മനസ്സിലാവാൻ ഹെൽപ്പ് ചെയ്യും. നമുക്കപ്പോൾ നേരെ നമ്മുടെ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ ഹ്യൂമൻ സ്കൾ ആക്ച്വലി അതൊരു സിംഗിൾ ബോൺ അല്ല, 22 മൾട്ടിപ്പിൾസ് ബോൺ കൂടിച്ചേർന്നാണ് സ്കള് ഫോം ആയിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് 8 ക്രേനിയൽ ബോൺസ് ഉണ്ട്. ആ 8 ക്രേനിയൽ ബോൺസിൽ തന്നെ 2 കീ ക്രേനിയൽ ബോൺസ് ആണ് സ്പീനോട്ട് ബോണും ഒക്യുപിറ്റൽ ബോണും. പല കാരണങ്ങൾ കൊണ്ട് ഈ 2 ബോൺസും അതിന്റെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെ ആ 2 ബോൺസിന്റെയും പൊസിഷൻ ഷിഫ്റ്റ് ആവുന്നതിന്റെ റിസൾട്ടായാണ് നമുക്ക് ഫേഷ്യൽ എസിമെട്രി ഉണ്ടാവുന്നത്. ക്രേനിയൽ ബോൺസ് ഏത് ഡയറക്ഷനിലേക്കാണോ ഷിഫ്റ്റ് ആയത് ആ പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്ത് നമുക്ക് ഉണ്ടാവുന്ന ക്രേനിയൽ ഡിസ്റ്റോർഷനെയും നമുക്ക് 3 ടൈപ്പാക്കി വേർതിരിക്കാം: ലാറ്ററൽ സ്ട്രെയിൻ, സൈഡ് ബെൻഡിങ്, റൊട്ടേഷൻ ആൻഡ് ടോർഷൻ. ഫേഷ്യൽ എസിമെട്രി ഫിക്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഗൂഗിൾ നോക്കിയാൽ തന്നെ കാണാം, സൈഡ് സ്ലീപ്പ് ചെയ്യരുത്, ഫുഡ് മൗത്തിന്റെ സൈഡ് കൊണ്ട് ച്യൂ ചെയ്യരുത് എന്നൊക്കെ. ഈ 2 കാരണങ്ങൾ കേട്ട് മടുത്തവരാവാം നമ്മളല്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ബേസിക് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ടൈം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള സൈഡ് സ്ലീപ്പിംഗ്, ച്യൂയിങ് ഓൺ വൺ സൈഡ്, ഇതൊന്നും കൂടാതെ ഫേഷ്യൽ എസിമെട്രി ഫിക്സ് ചെയ്യാനായി നിങ്ങൾ കേട്ടിട്ടുള്ള വേറെ 2 കാര്യങ്ങളാണ് കോസ്മെറ്റിക് സർജറിയും ബോട്ടോക്സും. സർജറിയും ബോട്ടോക്സും കൊണ്ട് നമുക്ക് ഫേഷ്യൽ എസിമെട്രി ഫിക്സ് ചെയ്യാമെങ്കിലും ആക്ച്വലി നമ്മൾ അതിന്റെ സിംറ്റംസ് മാത്രമാണ് അവിടെ ഫിക്സ് ചെയ്യുന്നത്, റൂട്ട് കോസ് അല്ല. ബട്ട് വിത്തൗട്ട് സർജറി, വിത്തൗട്ട് ബോട്ടോക്സ്, പ്യുവർ ബയോമെക്കാനിക്കൽ വേയിൽ നമുക്ക് ഫേഷ്യൽ എസിമെട്രി അതുപോലെ നമ്മുടെ ഓവറോൾ ബോഡിയുടെ സിമെട്രിയും കൊണ്ടുവരാവുന്നതാണ്. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഇൻട്രാ ഓറൽ അപ്ലയൻസസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നും അതുപോലെ ഏതെല്ലാം ടൈപ്പ് ക്രേനിയൽ ഡിസ്റ്റോർഷൻ ആണ് വർക്ക് ആവുന്നതെന്നും ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. ദീസ് ആർ ദ ഇൻട്രാ ഓറൽ അപ്ലയൻസസ് ദാറ്റ് വി ആർ ഗോണ ഡിസ്കസ് അബൌട്ട്: ALF, Sarepta and Revive. ഫസ്റ്റ് വൺ ഈസ് ALF, അഡ്വാൻസ്ഡ് ലൈറ്റ് വയർ ഫംഗ്ഷണൽ. ALF എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പർ പാലറ്റിൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു ലൈറ്റ് വയർ ആണ്. നമ്മുടെ അപ്പർ ടീത്തിലാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ ഒരു ലൈറ്റ് വയർ ആണെങ്കിലും ഇറ്റ്സ് വിൽ ഡു സോ മച്ച് ടു അവർ അപ്പർ ജോ, അതായത് നമ്മുടെ മാക്സില ബോണിൽ. ALF ലൈറ്റ് വയർ കൂടുതലും യൂസ് ചെയ്യുന്നത് ഓർത്തോഡോണ്ടിസ്റ്റും അതുപോലെ ക്രേനിയോഡോണ്ടിസ്റ്റുമാണ്. ഈ പറഞ്ഞതിൽ ഓർത്തോഡോണ്ടിസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് ഫെമിലിയർ ആയിട്ടുള്ള ഒരു നെയിമാണ്. പക്ഷെ ക്രേനിയോഡോണ്ടിസ്റ്റ് അത് ഒട്ടുമിക്കരും ഇപ്പോഴാവാം കേൾക്കുന്നത് തന്നെ. ക്രേനിയോഡോണ്ടിക് എന്താണെന്ന് ഞാൻ സിമ്പിളായി പറഞ്ഞു തരാം. ഞാൻ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മളുടെ ബോഡി ഒരു സിംഗിൾ യൂണിറ്റ് ആണെന്ന്. ഹെഡ് മുതൽ ടോ വരെ ഫുള്ളി കണക്റ്റഡ് ആണ്. സോ നമുക്ക് ഫേഷ്യൽ എസിമെട്രി ഉണ്ടെങ്കിൽ ഉറപ്പായും നമ്മളുടെ ബോഡിയും എസിമെട്രിക് ആയിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ഒരു ഡെന്റൽ പ്രൊഫഷണൽ ഹു വർക്ക്സ് വിത്ത് TMJ, അതുപോലെ തന്നെ ഡെന്റൽ ഒക്ലൂഷൻ, സ്പൈൻ ആൻഡ് ഓവറോൾ ബോഡി പോസ്റ്റർ, അവരെയാണ് നമ്മൾ ക്രേനിയോഡോണ്ടിസ്റ്റ് എന്ന് പറയുന്നത്. ഓർത്തോഡോണ്ടിസ്റ്റും ക്രേനിയോഡോണ്ടിസ്റ്റും ALF വയർ ട്രീറ്റ്മെന്റിനായി യൂസ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ 2 പേരും ALF ലൈറ്റ് വയർ യൂസ് ചെയ്യുന്നത് ആക്ച്വലി 2 ഡിഫറെന്റ് പെർപ്പസിന് വേണ്ടിയാണ്. ക്രേനിയോഡോണ്ടിക് ട്രീറ്റ്മെന്റിലാണ് ALF ഫേഷ്യൽ എസിമെട്രി ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മുടെ ടോപ്പിക്കും അതായത് കൊണ്ട് തന്നെ ആദ്യം നമുക്ക് അതിനെ തന്നെ പറ്റി പറഞ്ഞേക്കാം. ക്രേനിയോഡോണ്ടിക് ട്രീറ്റ്മെന്റിൽ ALF എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പ്രൊഫഷണൽസ് പറയുന്നതും ഇങ്ങനെയാണ്: ALF എന്ന് പറയുമ്പോൾ തന്നെ അഡ്വാൻസ്ഡ് ലൈറ്റ് വയർ ഫംഗ്ഷണൽ. ഇത് കാണുമ്പോൾ ഒരു ലൈറ്റ് വയർ പോലെ ഉണ്ടെങ്കിലും അത്രയ്ക്ക് ലൈറ്റ് വയർ അല്ല, ലൈക്ക് നമ്മൾ ഈ ബ്രേസസിൽ യൂസ് ചെയ്യുന്ന പോലെ. ഇത് ഒരു സ്പെഷ്യലൈസ്ഡ് ലൈറ്റ് വയർ ആണ്. അതിൽ നമ്മൾ ടച്ച് ചെയ്താൽ അതൊരു സ്പ്രിങ് പോലെ വൈബ്രേറ്റ് ചെയ്യും. ദെൻ നമ്മൾ ഇത് മൗത്തിൽ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് മുതൽ ഇത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് സ്വാലോയിങ്ങിൽ കൂടെയാണ്. കാരണം നമ്മൾ എപ്പോഴൊക്കെ സ്വാലോ ചെയ്യുമ്പോഴും വി നോസ് ദാറ്റ് അവർ ടങ് ഈസ് ഗോണ സ്റ്റിക്ക് ഓൺ ദ അപ്പർ പാലറ്റ് ആൻഡ് ദാറ്റ് മേക്സ് ദ ALF വയർ വൈബ്രേറ്റ്സ്. അങ്ങനെ നമ്മുടെ ഈച്ച് സ്വാലോയിങ്ങിലും ഈ ALF വയറിൽ ഒരു ചെറിയ വൈബ്രേഷൻ ക്രിയേറ്റ് ആവും. അതുപോലെ ആ വൈബ്രേഷൻ നമ്മളുടെ ക്രേനിയൽ സ്വിച്ചസിനെ അൺലോക്ക് ചെയ്യുകയും ക്രേനിയൽ ബോൺസിനെ എല്ലാം ബാക്ക് ടു റൈറ്റ് പൊസിഷനിലേക്ക് പോവാനും ഗൈഡ് ചെയ്യുന്നു. ALF വർക്കാവുന്നത് ലാറ്ററൽ സ്ട്രെയിൻ പോലെയുള്ള ക്രേനിയൽ ഡിസ്റ്റോർഷൻ ഫിക്സ് ചെയ്യാനാണ്. ലാറ്ററൽ സ്ട്രെയിൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ മാക്സില ബോൺ ഒരു സൈഡിലേക്ക് റൊട്ടേറ്റ് ആയിരിക്കും. സോ ALF യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ റൊട്ടേറ്റ് ആയിരിക്കുന്ന മാക്സില ബോണിനെ ബാക്ക് ടു സെന്റർ അതുപോലെ മോർ സിമെട്രിക്കൽ ആകാനും സാധിക്കും. ALFനെ പറ്റി പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ നമ്മൾ പറഞ്ഞു ഓർത്തോഡോണ്ടിസ്റ്റും ക്രേനിയോഡോണ്ടിസ്റ്റുമാണ് ഇത് മെയിനായി യൂസ് ചെയ്യുന്നേ എന്നുള്ളത്. അതിൽ ക്രേനിയോഡോണ്ടിക് ട്രീറ്റ്മെന്റിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ALF യൂസ് ചെയ്തുകൊണ്ടുള്ള ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് കൂടെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റിൽ ALF വയർ യൂസ് ചെയ്യുന്നത് പാലറ്റ്
എക്സ്പാൻഡർ ആയിട്ടാണ്. പാലറ്റ് എക്സ്പാൻഡർ എന്ന് പറയുമ്പോൾ തന്നെ നിരവധി എക്സ്പാൻഡേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിൽ പലതും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ലപോലെ പെയിനും ഡിസ്കംഫോർട്ടും എല്ലാം ഉണ്ടാവും. കുറെ എക്സ്പാൻഡേഴ്സ് ഒക്കെ നമ്മളുടെ അപ്പർ പാലറ്റിൽ സ്ക്രൂ ചെയ്യുന്നതാണ്. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ സഹിക്കാവുന്നതിനപ്പുറം ഹേർട്ട് ആയേക്കാം അതെല്ലാം കൊണ്ട്. സോ ആ പെയിൻ ഡിസ്കംഫോർട്ട് അതെല്ലാം അവോയ്ഡ് ചെയ്യാനാണ് ALF വയർ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ സ്റ്ററക്റ്റ. സ്റ്ററക്റ്റ എന്ന് പറയുന്നത് ഒരു ഡെന്റൽ സ്പ്ലിന്റ് ആണ്. നമ്മളുടെ ലോവർ ടീത്തിലാണ് അത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. സ്റ്ററക്റ്റ ട്രീറ്റ്മെന്റ് കൊണ്ടുള്ള മെയിൻ ഗോൾ തന്നെ ഡിഫറെന്റ് റേഞ്ച് ഓഫ് സ്പൈനൽ ഡീഫോർമിറ്റീവ്സ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ലൈക്ക് ഈ സ്കോളിയോസിസ്, കൈഫോസിസ് എന്നുപോലെയുള്ള. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് 7 months കൊണ്ട് സ്റ്ററക്റ്റ യൂസ് ചെയ്തുകൊണ്ടുള്ള റിസൾട്ട് ആണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്ററക്റ്റ എത്രത്തോളം നമ്മളുടെ സ്കള്ളിനെ ബാക്ക് ടു സിമെട്രിയിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സ്റ്ററക്റ്റ എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. ഇപ്പോൾ പറയുവാണെങ്കിൽ നമ്മളുടെ എൻറ്റയർ ക്രേനിയം അല്ലെങ്കിൽ സ്കള്ള് ഇത് ബാലൻസ് ചെയ്യുന്നത് നമ്മളുടെ ടീത്ത് ആണ്, എസ്പെഷ്യലി നമ്മളുടെ മോളേഴ്സ്. പല കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ ഡെന്റൽ ഹൈറ്റ് കുറയാം. അതിപ്പോ ടീത്ത് ഗംസിൽ നിന്നും പ്രോപ്പറായി ഇറപ്റ്റ് ചെയ്യാത്തതാവാം. അതുപോലെ ബക്സിസം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ടീത്ത് ഗ്രൈൻഡ് ചെയ്ത് അങ്ങനെയും ഡെന്റൽ ഹൈറ്റ് കുറയാം. സോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഡെന്റൽ ഹൈറ്റ് കുറഞ്ഞേക്കാം. അങ്ങനെ ഡെന്റൽ ഹൈറ്റ് കുറയുമ്പോൾ ആ ഹൈറ്റ് കുറഞ്ഞ സൈഡിലേക്ക് നമ്മളുടെ സ്കള്ള് ഫോൾ ആവും. അങ്ങനെ സ്കള്ള് ഫോൾ ആവുമ്പോഴാണ് SBR അല്ലെങ്കിൽ സൈഡ് ബെൻഡിങ് റൊട്ടേഷൻ വരുന്നത്. ഇപ്പോൾ സ്കള്ള് നല്ലോണം ഫോൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കള്ള് ട്വിസ്റ്റ് ആവാനും ചാൻസ് ഉണ്ട്. കൂടെ നമ്മളുടെ സെർവിക്കൽ സ്പൈൻ, ഷോൾഡർ, റിബ് കേജ്, പെൽവിക് ബോൺ എല്ലാം അൺബാലൻസ്ഡ് ആവും ആൻഡ് വി എൻഡ് അപ്പ് ഹാവിംഗ് ടോർഷൻ. ബട്ട് നമ്മൾ സ്റ്ററക്റ്റ റെക്ടിഫയർ സ്പ്ലിന്റ് മൗത്തിൽ വെക്കുമ്പോൾ അതൊരു ആർട്ടിഫിഷ്യൽ ഡെന്റൽ ഹൈറ്റ് ആയി ആക്ട് ചെയ്യുന്നു. അങ്ങനെ ഓവർ ദ ടൈം നമ്മളുടെ സ്കൾ ആൻഡ് ബോഡി സിമെട്രി ആയി കൊണ്ടുവരികയും ചെയ്യുന്നു. സ്റ്ററക്റ്റ സ്പ്ലിന്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് നമ്മളുടെ മോളേഴ്സിലും അതുപോലെ പ്രീ മോളേഴ്സിലുമാണ്. അങ്ങനെ വെക്കുമ്പോൾ അവിടെ സ്റ്ററക്റ്റ ഒരു ഫുൾ ക്രീം പോലെ ആക്ട് ചെയ്യുകയും നമ്മളുടെ മാക്സില ബോണിന് ഒരു ഇൻക്ലൈനേഷനും സംഭവിക്കുന്നു. അതുവഴി നമ്മളുടെ ബാക്ക് ടീത്തിന്റെ ഹൈറ്റ് കൂടുകയും അത് നമ്മളുടെ സ്പൈൻ സ്ട്രെച്ച് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞത് ഈ എക്സ്റേയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണാവുന്നതാണ്. സ്കൾ വിത്ത് സ്റ്ററക്റ്റ ആൻഡ് വിത്തൗട്ട് സ്റ്ററക്റ്റ. ആദ്യത്തെ എക്സ്റേയിൽ കാണാം സ്കളിൽ ഡെന്റൽ ഹൈറ്റ് കുറവായതുകൊണ്ട് ഫോൾ ആയേക്കുവാണ്. മാക്സില ബോണിന് ഇൻക്ലൈനേഷനും കാര്യവും ഒന്നും തന്നെയില്ല. അതുപോലെ സെർവിക്കൽ സ്പൈൻ നോക്കുവാണെങ്കിൽ കേർവ്ഡുമാണ്. സെക്കൻഡ് എക്സ്റേയിൽ സ്കളിൽ സ്റ്ററക്റ്റ മൗത്തിലുള്ളപ്പോഴുള്ളതാണ്. അതിൽ നമുക്ക് ബാക്ക് ടീത്ത് തമ്മിൽ കോണ്ടാക്ട് ഇല്ലാത്തത് കാണാം. ആക്ച്വലി സ്റ്ററക്റ്റയാണ് അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഡെന്റൽ ഹൈറ്റ് കീപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിത്ത് എ സിമ്പിൾ ഫിസിക്സ് സ്റ്ററക്റ്റ ഒരു ഫുൾ ക്രീം പോലെ ആക്ട് ചെയ്യുകയും മാക്സില ബോണിന് ഒരു ഇൻക്ലൈനേഷനും സംഭവിക്കുന്നു. അത് നമ്മളുടെ സ്പൈനിനെ സ്ട്രെച്ച് ഔട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. എ ലോട്ട് ഓഫ് പീപ്പിൾ അക്രോസ് ഡിഫറെന്റ് കൺട്രീസ് സ്റ്ററക്റ്റ യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ഫേഷ്യൽ ആൻഡ് ബോഡി ഐസിമെട്രി ഫിക്സ് ചെയ്തിട്ടുണ്ട്. സൈഡ് ബെൻഡിങ് റൊട്ടേഷൻ ഫിക്സ് ചെയ്യാനാണെങ്കിൽ സ്റ്ററക്റ്റ ഈസ് എ ഗ്രേറ്റ് ടൂൾ. സ്റ്ററക്റ്റ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഗുഡ് എമൗണ്ട് ഓഫ് ടോർഷനും ഫിക്സ് ചെയ്യാൻ സാധിക്കും. എന്നാലും ടോർഷൻ ഒരു കംപ്ലീറ്റ് ഫിക്സ് തരാൻ സ്റ്ററക്റ്റയെ കൊണ്ട് മാത്രം സാധിക്കില്ല. തേർഡ് വൺ ഈസ് റിവൈവ്. റിവൈവ് എന്ന് വെച്ചാൽ ഒരു മൗത്ത് ഗാർഡ് ആണ്, സിമിലർ ടു മയോബ്രേസ്. റിവൈവിന്റെ ഫൗണ്ടർ കെൻ ലിവർ മയോബ്രേസ് ഇൻസ്പയർഡ് ആക്കിയാണ് റിവൈവ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് തന്നെ. പക്ഷേ മയോബ്രേസ് എന്ന് പറയുമ്പോൾ അത് ടീത്ത് അലൈൻമെന്റ് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. റിവൈവിന്റെ ഫൗണ്ടർ കെൻ ലിവറിന്റെ റിവൈവ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അൺലോക്കിംഗ് ദ ടീത്ത് ആൻഡ് ആഡ് വെർട്ടിക്കൽ ഹൈറ്റ്. ഇത് രണ്ടുമാണ്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ALF യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലാറ്ററൽ സ്റ്റെയിൻ ഫിക്സ് ചെയ്യാൻ സാധിക്കും. അതുപോലെ സ്റ്ററക്റ്റ യൂസ് ചെയ്തുകൊണ്ട് സൈഡ് ബെൻഡിങ് റൊട്ടേഷനും. ബട്ട് വാട്ട് അബൌട്ട് ഫിക്സിംഗ് ദ ടോർഷൻ? പറഞ്ഞു വരുമ്പോൾ ടോർഷൻ മാത്രമല്ല, ഏത് ടൈപ്പ് ഓഫ് ക്രേനിയൽ ഡിസ്റ്റോർഷനും റിവൈവ് കൊണ്ട് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി റിവൈവ് എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. നമ്മുടെ ഹ്യൂമൻസ് എല്ലാവരുടെയും ടീത്തിന് ഒരു 6 ആക് ഷേപ്പ് ഉണ്ട് ആൻഡ് ദാറ്റ്സ് കോൾഡ് ആസ് കാസ്പ്. നമ്മൾ എപ്പോഴൊക്കെ മൗത്ത് ക്ലോസ് ചെയ്താലും ഈ ഒരു ടീത്ത് എല്ലാം കൂടി വന്ന് ഒരു ലോക്ക്ഡ് പൊസിഷനിൽ നിൽക്കും. ആക്ച്വലി അങ്ങനെ ബൈറ്റ് ഒരു സിംഗിൾ പൊസിഷനിൽ ലോക്ക് ആവുമ്പോൾ നമ്മളുടെ ക്രേനിയൽ ബോൺസും കൂടെ ലോക്ക് ആകുവാണ്. സോ വെനെവർ വി വെയർ റിവൈവ് ഓർ മയോബ്രേസ് ഈ ഒരു മൗത്ത് ഗാർഡ് നമ്മളുടെ ടീത്ത് സെപ്പറേറ്റ് ചെയ്യും. അത് ടീത്തിനെ ഒരു ലോക്ക്ഡ് പൊസിഷനിൽ സ്റ്റേ ചെയ്യാൻ അനുവദിക്കില്ല. കാരണം റിവൈവ് അതുപോലെ മയോബ്രേസ് ഇതെല്ലാം ഒരു ഫ്ലാറ്റ് മൗത്ത് ഗാർഡ് ആണ്. എന്ന് വെച്ചാൽ മൗത്ത് ഗാർഡ്സ് എന്ന് പറയുമ്പോൾ നിരവധി മൗത്ത് ഗാർഡ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ തന്നെ ബോയിൽ ആൻഡ് ബൈറ്റ് ചെയ്യുന്ന മൗത്ത് ഗാർഡ് ആയിരിക്കാം നമ്മൾ കൂടുതലും കണ്ടിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ഒരു മൗത്ത് ഗാർഡ് യൂസ് ചെയ്യുന്നതും നമ്മളുടെ മൗത്ത് നോർമലി ക്ലോസ് ചെയ്യുന്നതും തമ്മിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. കാരണം നമ്മൾ മൗത്ത് ഗാർഡ് ബോയിൽ ആൻഡ് ബൈറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഡെന്റൽ ഇംപ്രഷൻ അതിൽ വരും. എന്നിട്ട് നമ്മളത് വെയർ ചെയ്യുമ്പോൾ നമ്മുടെ ടീത്ത് എല്ലാം ഒരു ലോക്കഡ് പൊസിഷനിൽ തന്നെയാണ് ഉണ്ടാകുക. ബട്ട് മയോബ്രേസ് ഓർ റിവൈവ് ഇതെല്ലാം ഒരു ഫ്ലാറ്റ് മൗത്ത് ഗാർഡ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ജോ അതുപോലെ ടീത്ത് എല്ലാം ഒരു സിംഗിൾ പൊസിഷനിൽ ലോക്ക് ആവാൻ അനുവദിക്കില്ല. ഫ്ലാറ്റ് മൗത്ത് ഗാർഡിന്റെ ടൂത്ത് ചാനലിലൂടെ നമുക്ക് നമ്മുടെ ജോ മൂവ് ചെയ്യാൻ സാധിക്കും. അത് വെയർ ചെയ്തുകൊണ്ട് തന്നെ ഈ ഫ്ലാറ്റ് മൗത്ത് ഗാർഡ് നമ്മുടെ ടീത്തിനെ അൺലോക്ക് മാത്രമല്ല ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് വിൽ ആഡ് ഡെന്റൽ ഹൈറ്റ് ടു ബാലൻസ് അവർ ക്രേനിയം ആൻഡ് ബ്രിങ് ദ മാക്സില ടു ദ സെന്റർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എവറി കൈൻഡ് ഓഫ് ക്രേനിയൽ ഡിസ്റ്റോർഷനും ഈ ഒരു സിമ്പിൾ ഫ്ലാറ്റ് മൗത്ത് ഗാർഡ് കൊണ്ട് ഫിക്സ് ചെയ്യാൻ സാധിക്കും എന്ന്. മൗത്ത് ഗാർഡിന്റെ ബേസ് നമ്മുടെ ടീത്തിനെ സപ്പോർട്ട് ചെയ്യുകയും ഡെന്റൽ ഹൈറ്റ് ആഡ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ മൗത്ത് ഗാർഡിന്റെ ടൂത്ത് ചാനൽ അതിന്റെ ആർച്ചിലേക്ക് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന മാക്സില ബോണിനെ തിരിച്ചു കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇങ്ങനെയാണ് റിവൈവ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ പറഞ്ഞു വരുമ്പോൾ റിവൈവിനെ ബാക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു സയന്റിഫിക് എവിഡൻസും ഇല്ല. മയോബ്രേസ് ആണെങ്കിലും ടീത്ത്
സ്മൂത്ത് അലൈൻമെന്റിന് വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. ക്രീൻ ഡിസ്റ്റോർഷൻ ഫിക്സ് ചെയ്യും എന്നൊന്നും അതിലും പറയുന്നില്ല. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് കണ്ടത് ആക്ച്വലി ഇതുപോലെ ഫ്ലാറ്റ് മൗത്ത് ഗാർഡ് യൂസ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് OSB, ഒക്ലൂഷൻ സ്ട്രക്ചറൽ ബാലൻസിങ്. OSB ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് പറയുവാണെങ്കിൽ നമ്മളുടെ ഒക്ലൂഷൻ ഫിക്സ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ മാക്സിലോഫേഷ്യൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ ബോഡിന്റെ ഫംഗ്ഷൻ, ബാലൻസ് എല്ലാം, അതും സിംറ്റംസ് അല്ല റൂട്ട് കോസ് തന്നെ ഫിക്സ് ചെയ്യുന്നു. OSB ട്രീറ്റ്മെന്റിനും യൂസ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് മൗത്ത് ഗാർഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതുപോലെ കുറെ കാണാം. പോസ്റ്റർ പ്രോ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഫംഗ്ഷണൽ ആക്ടിവേറ്റർ, അതുപോലെ ടൂത്ത് പില്ലോ, സ്ലീപ്പോ ബ്രേസ് എക്സെട്ര. ഇതെല്ലാം ഡിഫറെന്റ് ലുക്സിലും ഡിഫറെന്റ് പർപ്പസിനും വേണ്ടിയാണ് ഇറക്കിയിട്ടുള്ളത്. ബട്ട് ദേ ഓൾ ഡു ദ സെയിം. കാരണം ഈ കണ്ട എല്ലാ മൗത്ത് ഗാർഡിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഫ്ലാറ്റ് ആണ് എന്നുള്ളത്. അത് നമ്മളുടെ ജോയിനെ ഒരു സിംഗിൾ പൊസിഷനിൽ ലോക്ക് ചെയ്യില്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 3 ഓറൽ അപ്ലയൻസസും യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു വെൽ സിമെട്രിക്കൽ ഫേസ് അച്ചീവ് ചെയ്യാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ ഈ പറഞ്ഞ 3 ഓറൽ അപ്ലയൻസസിലും ALF ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായി നിങ്ങൾക്ക് കൂടെ ഒരു സ്പെഷ്യലിസ്റ്റിനെ ആവശ്യമായി വരും. പക്ഷേ സ്റ്റെറക്റ്റ, റിവൈവ്, മയോബ്രേസ് ഇതെല്ലാം നമുക്ക് തന്നെ പർച്ചേസ് ചെയ്തുകൊണ്ട് സെൽഫ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഫേഷ്യൽ സിമെട്രി ഫിക്സ് ചെയ്യാനായി വിചാരിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയ കാലയളവ് കൊണ്ട് നിങ്ങൾക്ക് ഫേഷ്യൽ സിമെട്രി ഫിക്സ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്രേനിയൽ ഡിസ്റ്റോർഷൻ ആവാം ഉള്ളത്. അതുപോലെ ഓരോ പേഴ്സന്റെയും ഫേഷ്യൽ സിമെട്രിന്റെ സിവിയറിറ്റിയും പലതായിരിക്കും. സോ എത്ര നാൾ കൊണ്ട് ഫേഷ്യൽ സിമെട്രി ഫിക്സ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നമുക്കുള്ള ടൈപ്പ് ഓഫ് ക്രേനിയൽ ഡിസ്റ്റോർഷനും അതുപോലെ അതിന്റെ സിവിയറിറ്റിയും എല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ഉള്ളത്. അതുപോലെ തന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യമാണ് കൺസിസ്റ്റൻസി. നിങ്ങൾ എത്രത്തോളം കൺസിസ്റ്റന്റ് ആണോ അത്രയും ഫാസ്റ്റ് ആയി നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ സാധിക്കും. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ചിലപ്പോൾ ഞാൻ കമന്റിൽ കേൾക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം ഇത്. അതെന്താന്ന് വെച്ചാൽ മ്യൂവിങ് അതുപോലെ തംപുള്ളിങ് ചെയ്തുകൊണ്ട് ഫേഷ്യൽ സിമെട്രി ഫിക്സ് ചെയ്യാൻ സാധിക്കില്ലേ എന്നുള്ളത്. മ്യൂവിങ് അതുപോലെ തംപുള്ളിങ് ചെയ്തുകൊണ്ട് ഫേഷ്യൽ സിമെട്രി ഫിക്സ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഫേഷ്യൽ സിമെട്രി ഉണ്ടെങ്കിൽ മ്യൂവിങ് അതുപോലെ തംപുള്ളിങ് ചെയ്യാനായി നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വീഡിയോ യൂസ്ഫുൾ ആവുമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. സ്റ്റെറക്റ്റ അതുപോലെ മയോബ്രേസ് ഇത് രണ്ടും ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് രണ്ടും ഒരു പെർമനന്റ് ഫിക്സ് ആയി നിങ്ങൾ കാണരുത്. ഇതിന് രണ്ടിനും അതിൻ്റെതായ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. അതിനെപ്പറ്റി ഒരു ഡീപ്പ് ആയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അതെന്തെന്നറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ അറിയിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നിന്നും എനിക്ക് നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ് കിട്ടിയത്. താങ്ക്സ് സോ മച്ച് ഫോർ ഓൾ ഓഫ് യുവർ സപ്പോർട്ട്. നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് എന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായി മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതെല്ലാം മിസ്സാവാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.